Hello, welcome back to Tashin's Corner. Hope you all are safe and healthy. And if you are watching my channel for the first time, please subscribe my channel. So today we are going to discuss Kerala syllabus 10th standard unit 2 chapter 2, that is My Sister's Shoes. Actually it is a screenplay taken from a film Children of Heaven directed by Majid Majidi. സോ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ് 2-ലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രൊജക്ട് ടൈഗറിൽ സത്യജിത് റേ ഒരു ടൈഗറിനെ കൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ചു എന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഫിലിമിൽ ഒരു ആക്ടർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്ക്രീൻ റൈറ്ററാണ് അല്ലേ, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഏതൊക്കെ സ്വഭാവത്തിലാണ് ഓരോ അഭിനേതാക്കളും അഭിനയിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സ്ക്രിപ്റ്റ് റൈറ്ററാണ്. യെസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് പോവാം. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന ഒരു കൊച്ചു എക്സ്ട്രാക്റ്റാണ് ഒരു വലിയ ഫിലിമിൻ്റെ. ഈ ഒരു ഫിലിമിന് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ മാജിദ് മജീദിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. മാജിദ് മജീദി ബോൺ 17th April 1959, ഒരു ഇറാനിയൻ ഫിലിം ഡയറക്ടറാണ്, ഫിലിം പ്രൊഡ്യൂസറാണ്, സ്ക്രീൻ റൈറ്ററാണ്. പിന്നെ എന്താണ്, ഹി ഡയറക്റ്റഡ് സെവറൽ ഫീച്ചർ ഫിലിംസ്, ഒരുപാട് ഫീച്ചർ ഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്: ദി കളർ ഓഫ് പാരഡൈസ്, ബാരൻ, ദി വില്ലോ ട്രീ എക്സെട്ര. പിന്നെ 1998 അദ്ദേഹം ഈ ഒരു ഫിലിം എഴുതിയിട്ടുള്ളത്, ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫിലിം വാസ് നോമിനേറ്റഡ് ഫോർ ദി അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിൻ്റെ ഒരു അക്കാഡമിയിൽ ഇത് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഫിലിമിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇറാനിയൻ ഫിലിം ടു ഹാവ് ബീൻ നോമിനേറ്റഡ് ബൈ ദ അക്കാഡമി. ഈ ഒരു അക്കാഡമി നോമിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇറാനിയൻ ഫിലിം ആണ് ഈ പറയുന്ന ചിൽഡ്രൻ ഓഫ് ഹെവൻ. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. മൈ സിസ്റ്റേഴ്സ് ഷൂസ്. സീൻ 1 ഈസ് കോബ്ലേഴ്സ് ഷോപ്പ്. കോബ്ലർ എന്ന് വെച്ചാൽ ചെരുപ്പുകുത്തി, ചെരുപ്പുകുത്തിയുടെ കടയാണ് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്. ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. ഓൺലി ദ പിങ്ക് ഷൂ ആൻഡ് ദ കോബ്ലേഴ്സ് ഹാൻഡ്സ് ആർ ഇൻ ദ ഫ്രെയിം. യെസ്, കോബ്ലറിൻ്റെ കൈയും ഒരു പിങ്ക് ഷൂ നന്നാക്കുന്ന കോബ്ലറിൻ്റെ കൈയും പിന്നെ ആ ഒരു ഷൂ മാത്രമാണ് ഒരു ഫ്രെയിമിലുള്ളത്. ക്ലോസപ്പ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്, കൈയും ഷൂസും മാത്രമേ ആ ഒരു ഫ്രെയിമിൽ കാണിക്കുന്നുള്ളൂ. ദി ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ് ടു ഷോ അലി സിറ്റിംഗ് ഓൺ എ ലോ ചെയർ നെക്സ്റ്റ് ടു ദ കോബ്ലർ ആൻഡ് വാച്ചിങ് ഹിം വർക്ക്. യെസ്, അലി എന്ന് പറയുന്ന കോബ്ലറിൻ്റെ അടുത്തിരിക്കുന്ന ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കുറച്ചുകൂടി ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ആരൊക്കെയാണ് അവിടെ ഉള്ളത്? യെസ്, കോബ്ലറിനെയും കാണാം, നമുക്ക് അലിയെയും കാണാം. ദി കോബ്ലർ ഫിനിഷേഴ്സ് സ്റ്റിച്ചിങ് ദി ഷൂ, പിക്സ് അപ്പ് ദ അതർ വൺ ഓഫ് ദി പെയർ ആൻഡ് ഹാൻഡ്സ് ദം ബോത്ത് ടു അലി. യെസ്, കോബ്ലർ ഷൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മറ്റേ പെയറും കൂടി എടുത്തിട്ട് അലിക്ക് കൊടുത്തു. ദെൻ കോബ്ലർ ഈസ് സെയിങ് that will be 30 ടോമൻസ്. ടോമൻസ് എന്ന് പറയുന്നത് ഇറാനിയനിലെ പണ്ടത്തെ ഒരു കറൻസിയാണ്. ഇപ്പോഴും ചില ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് യൂസ് ചെയ്യുന്നതല്ല, പറയുന്നുണ്ട് ടോമൻ എന്ന്. റിയാലാണ് ഇപ്പോൾ അവിടുത്തെ കറൻസി എങ്കിലും പറയുന്നത് ടോമൻ എന്ന് തന്നെയാണ്. ദെൻ അലി ഈസ് റിപ്ലൈയിങ് താങ്ക് യു, ഗിവ്സ് മണി ടു ദി കോബ്ലർ. കോബ്ലറിന് അലി പൈസ കൊടുക്കുകയാണ്. ദെൻ ദി കോബ്ലർ ഈസ് സെയിങ് ദാറ്റ് here is your change, pick up coins from the money box to give to Ali. അലിക്ക് ബാക്കി ചേഞ്ച് കൊടുക്കുകയാണ്. ഇതാ നിങ്ങളുടെ ബാക്കി എന്ന് പറഞ്ഞിട്ട് അലിക്ക് ചേഞ്ച് കൊടുക്കുകയാണ്. കട്ട് ടു ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. യെസ്, ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തു. എന്നിട്ട് സ്ട്രീറ്റിലോട്ടാണ് പിന്നെ തിരിഞ്ഞിട്ടുള്ളത്. ക്യാമറ സ്ട്രീറ്റിലോട്ടാണ് തിരിഞ്ഞിട്ടുള്ളത്. സോ ഇനിയുള്ള കാഴ്ച സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നിന്നുള്ള ഒരു സീനാണ്. ദി കോബ്ലേഴ്സ് ഷോപ്പ് വെയർ അലി ആൻഡ് ദി കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. അലിയും കോബ്ലറും സിറ്റ് ചെയ്യുന്ന, അതായത് ഇരിക്കുന്ന കോബ്ലറിൻ്റെ കട കാണാം. ടു ദ റൈറ്റ് ഓഫ് ദി കോബ്ലേഴ്സ് ഷോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡോർ വിത്ത് എ കർട്ടൻ ഹാങ്ങിങ് ഓൺ ഇൻ ഇറ്റ് വിച്ച് appears to open into a row house. Yes,
അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ സൈഡിലായിട്ടൊരു ഡോറുണ്ട്. ഡോറിൽ കേർട്ടൻ ഹാങ് ചെയ്തിട്ടുണ്ട്. എന്ത് കാണാം? റോ ഹൗസിലേക്ക് ഉള്ള ഒരു എൻട്രൻസ് ആണ്. റോ ഹൗസ് എന്ന് വെച്ചാൽ വരി വരിയായിട്ടുള്ള വീട്. അതിന് അധികം കോമൺ ആയിട്ടുള്ള വോളായിരിക്കും, കോമൺ ആയിട്ടുള്ള മതിലുകളൊക്കെ ആയിരിക്കും. കാണാൻ ഏകദേശം ഒരുപോലെയുള്ള വീടുകളായിരിക്കും, ഒരു വ്യത്യാസം ഇല്ലാത്ത വീടായിരിക്കും. സോ അലി ഈസ് ലീവിങ് ദ ഷോപ്പ്. അലി ആ കോബ്ലേഴ്സ് ഷോപ്പ് ലീവ് ചെയ്യാണ്. ദെൻ അലീസ് വോയിസ്, താങ്ക് യു. അലി നന്ദി പറയാണ്. ദി കോബ്ലേഴ്സ് വോയിസ്, കോബ്ലർ പറയാണ്, യു ആർ വെൽക്കം, ഗുഡ് ബൈ. സോ അവിടെ അവരുടെ ആ ഒരു മീറ്റ് അവിടെ തീർന്നു. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം walks up to the curtained door, lifts the curtain and goes in. As Ali comes out of the cobbler's shop, putting the shoes into a small black bag in his hand, walks down the street and moves out of the frame on the ലെഫ്റ്റ്. അലി പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ അകത്തോട്ട് കയറി വന്നു. സാധാരണയായിട്ട് കോബ്ലറിൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെ ഒരാൾ അയാളുടെ കക്ഷത്തിൽ ഒരു സഞ്ചിയോ അല്ലെങ്കിൽ കക്ഷത്തിൽ ഒരു പാർസൽ ഇറക്കി പിടിച്ചിട്ട് അയാൾ കയറി വരികയാണ്. അലി ആ സമയം തൻ്റെ കയ്യിലുള്ള കറുപ്പ് ബാഗിൽ എന്ത് ചെയ്യുന്നു? ഷൂസൊക്കെ ഇട്ടിട്ട് ഫ്രെയിമിൽ നിന്നും പോകുന്നു. സോ ഇതാണ് ഫസ്റ്റ് സീൻ. ദെൻ ദി സെക്കൻഡ് സീൻ ഈസ് ബേക്കറി. ബേക്കറിയാണ് സെക്കൻഡ് സീൻ. ഇൻസൈഡ് ദ ബേക്കറി, ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീങ് ബേക്ഡ്, ക്ലോസ് അപ്പ് ഓഫ് എ ഹാൻഡ് putting into the stove kneaded flour spread on a baking board and taking out the baked naan. എന്താണ്? ബേക്കറിയാണ് രണ്ടാമത്തെ സീനിലുള്ളത്. ബേക്കറിയുടെ ഉൾവശമാണ് ഷോർട്സ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ബേക്ക് ചെയ്യുന്നത് ക്ലോസപ്പിൽ എന്താണ് കാണിക്കുന്നത്? ഒരു കൈ പുട്ടിങ് ഇൻ ടു ദ സ്റ്റവ് നീഡഡ് ഫ്ലോർ സ്പ്രെഡ് ഓൺ എ ബേക്കിംഗ് ബോർഡ് ആൻഡ് ടേക്കിംഗ് ഔട്ട് ദ ബേക്ക്ഡ് നാൻ. സാധാരണയായിട്ട് ബേക്കറിയുടെ ഉള്ളിലൊക്കെ കാണുന്ന കാഴ്ചകൾ തന്നെ. റൊട്ടി ബേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൈകൾ, അതായത് സ്റ്റവിലേക്ക് സ്റ്റവിൻ്റെ ഉള്ളിലേക്ക് കൈകൾ വെക്കുന്ന ആ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ബേക്കിംഗ് ബോർഡിൽ റൊട്ടി പരത്തുന്നത് കാണിക്കുന്നുണ്ട്. ബേക്ക് ചെയ്ത് വെച്ച നാൻ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ടൈപ്പ് റൊട്ടിയാണ് നാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ആണ് ബേക്കറിയുടെ ഉള്ളിലെ സീൻസ് എന്ന് പറയുന്നത്. ദ ക്യാമറ പാൻസ് സ്ലൈറ്റ്ലി ടു ദ റൈറ്റ് ടു ദ ഷോ അലി പിക്കിംഗ് അപ്പ് ദി നാൻ ഡ്രോപ്ഡ് ബൈ ദ കുക്ക് ആൻഡ് സ്റ്റാക്കിംഗ് ദം ഓൺ എ ക്ലോത്ത് സ്പ്രെഡ് ഓൺ എ വുഡൻ പ്ലാങ്ക്. പിന്നെ ക്യാമറ തിരിയുന്നത് എങ്ങോട്ടേക്കാണ്? അലി ചെയ്യുന്ന വർക്കിലേക്കാണ്. എന്താണ്? അലി കുക്ക് ചെയ്ത നാനൊക്കെ എടുത്തിട്ട് ഒരു വുഡൻ പ്ലാങ്കിൽ, ഒരു മരത്തിൻ്റെ ബോർഡിൽ എടുത്ത് വെക്കുകയാണ്. ദി ക്യാമറ മൂവ്സ് ബാക്ക് ടു ഷോ അലി ആൻഡ് 3 cooks സിറ്റിംഗ് അറൗണ്ട് ദ സ്റ്റവ് നീഡിങ് ആൻഡ് പുട്ടിംഗ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റവ്. ഈ ഒരു സീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ വലതുവശത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. ആൻഡ് ദി ക്യാമറ മൂവ്സ് ബാക്ക് ടു അലി ആൻഡ് 3 cooks സിറ്റിംഗ് അറൗണ്ട് ദി സ്റ്റവ് നീഡിങ് ആൻഡ് പുട്ടിങ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റവ്. പിന്നെ കാണിക്കുന്നത്, പിന്നെ ക്യാമറ കുറച്ചുകൂടി ബാക്കോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അലിയുടെ കൂടെ 3 കുക്സിനെയും കാണിക്കുന്നുണ്ട്. അറൗണ്ട് ദ സ്റ്റവിൻ്റെ അടുത്ത് തന്നെ അവരെന്താ ചെയ്യുന്നത്? മാവ് കുഴക്കുകയും പരത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റവിലേക്ക് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ കുറച്ചുകൂടി ബാക്കോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യം ക്യാമറ വലതുവശത്തേക്ക് തിരിഞ്ഞിട്ടുള്ളത് അലിയെ കാണിക്കാനാണ്. അത് അലിയെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ക്യാമറ കുറച്ചുകൂടി ബാക്കോട്ട് വലിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? അലിയുടെ കൂടെയുള്ള 3 കുക്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അലി ഫിനിഷസ് സ്റ്റാക്കിംഗ് ദ നാൻ ആൻഡ് ടൈസ് അപ്പ് ദ ക്ലോത്ത് ഇൻ ടു എ ബണ്ടിൽ. അലി ആ നാനൊക്കെ കറക്റ്റായിട്ട് എടുത്ത് അടുക്കി പെറുക്കി വെച്ചു. അതിനുശേഷം ഒരു തുണിക്കുള്ളിൽ ബണ്ടിലായിട്ടൊരു ഭാണ്ഡമായിട്ട് കെട്ടിവെച്ചു. ദെൻ മൂവിങ് ടു ദ സീൻ 3, മൂന്നാമത്തെ സീനിലേക്കാണ് പോകുന്നത്. ദി ഫുട് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിക്ക് പുറത്തുള്ളൊരു സീനാണ്. ഒരു ഫുട് പാത്ത് എന്ന് വെച്ചാൽ നടപ്പാത. ബേക്കറിക്ക് പുറത്തുള്ള ഒരു നടപ്പാതയിലാണ് അടുത്ത സീന്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ. കുറച്ച് ആൾക്കാർ, കുറച്ച് പുരുഷന്മാർ കാത്തു നിൽക്കുകയാണ് ബേക്കറിയുടെ പുറത്ത് നാൻ വാങ്ങാൻ വേണ്ടിയിട്ട്. ദി ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈനൊക്കെ, നേർരേഖകളൊക്കെ പുറത്ത് അവിടെ നിന്ന് കാണാമായിരുന്നു. ആ ഒരു സ്ക്രീനിൽ നിന്ന് കാണാമായിരുന്നു ബാക്കിൽ.
Ali is seen coming out from the bakery into the footpath and parcel of naan in his right hand and the parcel of shoes in his ലെഫ്റ്റ്. അലി പുറത്തോട്ട് വരുന്നത് കാണാം. കയ്യിൽ എന്താണ്? ഫുട്പാത്തിലേക്കാണ് വരുന്നത്. ദി പാർസൽ ഓഫ് നാൻ ഈസ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. യെസ്, നാനിൻ്റെ പാർസൽ, ആ ഒരു ബണ്ടില് അലിയുടെ വലത് കയ്യിലും ഷൂസിൻ്റെ, നേരത്തെ കോബ്ലറിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ഷൂസ് ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കയ്യിലും ഉണ്ടായിരുന്നു. ഹി ക്രോസസ് ദ പേയ്മെൻറ്റ് ആൻഡ് വാക്സ് ഇൻ ടു എ വെജിറ്റബിൾ സ്റ്റോർ. യെസ്, റോഡ് കടന്ന് എന്ത് ചെയ്തു? ഒരു വെജിറ്റബിൾ സ്റ്റോറിലേക്ക്, ഒരു പച്ചക്കറി കടയിലോട്ട് കയറി. ഹി പ്ലേസസ് ദി ബണ്ടിൽ ഓഫ് നാൻ ഓൺ ടോപ്പ് ഓഫ് എ പൈൽ ഓഫ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് സ്റ്റാക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷോപ്പ് ആൻഡ് ദി ബാഗ് ഓഫ് ഷൂസ് ഇൻ ദി സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോക്സസ്. എന്താണ്? ആ നാൻ വെച്ചിട്ടുള്ള ആ ഒരു ബണ്ടില്, നാൻ കൂട്ടിക്കെട്ടിയിട്ടുള്ള ആ ഒരു ബണ്ടില് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഓൺ ദി ടോപ്പ് ഓഫ് ദി പൈൽ ഓഫ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് നിരത്തി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ മേലെയാണ് ഈ ഒരു നാനിൻ്റെ ബണ്ടിൽ വെച്ചിട്ടുള്ളത്. ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷോപ്പ്. ആൻഡ് ദി ബാഗ് ഓഫ് ഷൂസ് ഉള്ള ബാഗ് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഇൻ ദി സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോക്സസ്, രണ്ട് ബോക്സിൻ്റെ ഇടയിൽ വെച്ചു. ഓൺ ദി സൗണ്ട് ട്രാക്ക് എ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹേർഡ്, സാൾട്ട് ഫോർ ട്രേഡ്. ദി ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. അവിടെ നിൽക്കുമ്പോൾ എന്ത് വോയിസാണ് കേട്ടത്? ഒരു തെരുവ് കച്ചവടക്കാരൻ ഉപ്പ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു സൗണ്ട് കേൾക്കാം. ഉപ്പ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നു. പിന്നെ എന്താണ്? ഇത് ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. യെസ്, ആ കടയുടമ കൗണ്ടറിന് പിന്നിൽ നിൽക്കുന്നതും കാണാം. ദെൻ അലി ടു ദി ഷോപ്പ് കീപ്പർ, അസ്സലാമു അലൈക്കും അക്ബറക്ക, ഐ നീഡ് സം പൊട്ടറ്റോസ്. യെസ്, ഷോപ്പ് കീപ്പറിനോട് പറയാണ്, അസ്സലാമു അലൈക്കും അക്ബറക്ക, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങുകൾ വേണം. ആൻഡ് അക്ബർ, ദി ഷോപ്പ് കീപ്പർ, ഗിവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു put potatoes in. Ali starts picking the large wholesome potatoes in a box at the top of the heap. Yes, എന്താണ്? ഷോപ്പ് കീപ്പറിൻ്റെ പേരെന്താണ്? അക്ബർ അലിക്ക് ഒരു സ്മോൾ ബ്ലാക്ക് ബാഗ് നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പൊട്ടറ്റോസ് അതിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട്. ദെൻ അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ്. അലി വലുത് നോക്കിയിട്ട് പൊട്ടറ്റോസ് എടുത്തിട്ട് ഇടാൻ തുടങ്ങി. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്, അവിടെ ഇങ്ങനെ പൊട്ടറ്റോസ് കൂട്ടി വെച്ചിട്ടല്ലേ ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയിട്ട് നല്ലത് തന്നെ നോക്കി എടുക്കുകയാണ്. സോ ദെൻ അക്ബർ ഈസ് സെയിങ് ദാറ്റ് നോട്ട് ദോസ് കിഡ് പിക്ക് സം ഡൗൺ ദെയർ. അതല്ല, അവിടെ നല്ല എടുക്കേണ്ടത്, കുട്ടി താഴെ നിന്ന് എടുക്കും എന്നാണ് പറയുന്നത്. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്. അലി വലത്തോട്ട് തിരിഞ്ഞ് സ്ക്വാറ്റ്സ് ഡൗൺ ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോളർ പൊട്ടറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദി ഫ്ലോർ. യെസ്, അവിടെ ഇരുന്ന് എന്തെയാണ്? ഒരു കുഞ്ഞു ബോക്സിൽ കുറച്ച് പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു നിലത്ത്, അവിടെ നിന്ന് പെറുക്കിയെടുക്കുകയാണ്. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോസ്. പിന്നെ കാണിക്കുന്നത് ക്ലോസപ്പാണ്, അലി പൊട്ടറ്റോസ് പിക്ക് ചെയ്യുന്നത്. കട്ട് ടു വ്യൂ ഓഫ് ദി ഷോപ്പ് ഫ്രം ദി പേയ്മെൻറ്റ്. യെസ്, പിന്നെ ഷോട്ട് എങ്ങോട്ടേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്? ആ ഷോപ്പ് മൊത്തത്തിൽ പേയ്മെൻറ്റിൽ, നടപ്പാതയിൽ അതായത് കുറച്ച് കൂടി പുറത്തോട്ട് നിന്ന് നോക്കുമ്പോൾ ഷോപ്പ് എങ്ങനെയാണ് അതാണ് കാണിക്കുന്നത്. പുറത്തുനിന്ന് എന്താണ് കാണുന്നത്? എ മാൻ പുഷിംഗ് എ ഹാൻഡ് കാർട്ട് ഫിൽഡ് വിത്ത് ജങ്ക് എൻറ്റേഴ്സ് ദി ഫ്രെയിം ഫ്രം ദി റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷോപ്പ്. ഒരു ആള് പുഷിംഗ് എ ഹാൻഡ് കാർട്ട്. യെസ്, ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ടാണ് വരുന്നത്. ആ ഉന്തുവണ്ടിയിൽ എന്താണുള്ളത്? കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരു ചവറുകളൊക്കെയാണ് അതിൽ ഉള്ളത്. ആൻഡ് ദി ഫ്രെയിം ഫ്രം ദി റൈറ്റ്. യെസ്, അവർ എൻ്റർ ചെയ്യാണ്, വലതുവശത്ത് നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. വന്ന് നിൽക്കുന്നത് ആ വെജിറ്റബിൾ ഷോപ്പിൻ്റെ മുന്നിലാണ്. സോ ദി ജങ്ക് കളക്ടർ. യെസ്, ചവറുകൾ കളക്ട് ചെയ്യുന്ന ആൾ നിന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പറിനോട് കുറച്ച് ഉച്ചത്തിൽ ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും വിത്ത് യുവർ പെർമിഷൻ. യെസ്, അസ്സലാമു അലൈക്കും അത് ഒരു ഗ്രീറ്റിംഗ് ആണ്. ആൻഡ് വിത്ത് യുവർ പെർമിഷൻ, നിങ്ങളുടെ അനുവാദത്തോടെ. ദി ജങ്ക് കളക്ടർ പിക്സ് അപ്പ് bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throws them into the cart. He sees Ali's parcel of shoes. Taking it for junk, he picks it up and put it in the cart. യെസ്, ജങ്ക് കളക്ടർ ഷോപ്പ് കീപ്പറിൻ്റെ അനുവാദത്തോടു കൂടി അവിടെ മുന്നിലുണ്ടായിരുന്ന കുറച്ച് ബണ്ടിൽസ്, അതായത് പോളിത്തീൻ ബാഗ്സിലുണ്ട് ഉള്ള കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട്
ബോക്സിലേക്ക് ഇടുകയാണ്, പച്ചക്കറിക്കടയുടെ മുന്നിലുള്ള. അപ്പോൾ ആ കൂട്ടത്തിൽ അയാൾ എന്തുകൂടി ഇട്ടു? അലിയുടെ ഷൂസ്, ബ്ലാക്ക് കവറിലുണ്ടായിട്ടുള്ള ഷൂസ്, ബ്ലാക്ക് ബാഗിലുണ്ടായിട്ടുള്ള ഷൂസും കൂടി എടുത്ത് ഇട്ടു. അതും ഒരു ജങ്കാണ്, അതായത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഇട്ടു. ദി ജങ്ക് കളക്ടർ ഗുഡ് ബൈ. ജങ്ക് കളക്ടർ അതും എടുത്തിട്ടിട്ട് പോയി, ഗുഡ് ബൈ പറഞ്ഞിട്ട്. അക്ബർ ഓൾസോ സേസ് ഗുഡ് ബൈ. അടുത്തത് എന്താണ്? കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. യെസ്, വ്യൂ പിന്നെ ഏതാണ്? കടയുടെ ഉള്ളിലേക്ക് പിന്നെയും വ്യൂ വന്നു. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദി ഫ്രെയിം കൗണ്ടിങ് മണി. യെസ്, ഫ്രെയിമിൻ്റെ ഇടത്തെ അറ്റത്ത് അക്ബർ പൈസ എണ്ണുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഫ്രെയിം പിന്നെ പോയത് എങ്ങോട്ടേക്കാണ്? അലിയിലേക്കാണ്. കട്ട് ടു അലി ഫില്ലിങ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. പിന്നെ ഫ്രെയിം പോയത് അലിയിലേക്കാണ്. അലി എന്ത് ചെയ്യുകയാണ്? പൊട്ടറ്റോസ് ബാഗിലെടുത്ത് ഇടുകയാണ്. അലി ഫിനിഷേഴ്സ് ഫില്ലിങ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. യെസ്, അലി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബാഗ് അക്ബറിന് കൊടുക്കുകയാണ്. എന്തിനാണ്? അത് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. അക്ബർ അത് ജസ്റ്റ് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്തു, ഒന്ന് തൂക്കി നോക്കി, കയ്യിൽ തൂക്കി നോക്കി എത്ര ഏകദേശം ഉണ്ടാകുമെന്ന് കരുതിയിട്ട്. എന്നിട്ട് അത് തിരിച്ച് അലിക്ക് തന്നെ കൊടുത്തു. അക്ബർ 65 ടോമൻസ്. യെസ്, 65 ടോമൻസ് ആണ് അതിൻ്റെ റേറ്റ്. അലി മൈ മോം സെറ്റ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. യെസ്, മോം എന്ത് പറയാണ്? അത് നമ്മുടെ പറ്റ് ബുക്കിൽ, അതാണ് ടാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറ്റ് ബുക്ക് ഉണ്ടാക്കൂലേ കടയിലൊക്കെ, പൈസ അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും എന്ന രീതിയിൽ പറ്റ് ബുക്ക് ഉണ്ടാക്കും അല്ലേ. സോ മൈ മോം സെറ്റ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. ദെൻ അക്ബർ എന്താ പറയുന്നത്? ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. യെസ്, അമ്മയോട് പറയണം ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നല്ല റീച്ച് എത്തിയിട്ടുണ്ട്, കാരണം പൈസ ഒരുപാട് കൊടുക്കാൻ ആയി. സോ ഷീ ഷുഡ് പേ അറ്റ് ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. യെസ്, ചെറിയൊരു ഭാഗമെങ്കിലും തിരിച്ചടക്കണം എന്നത് അമ്മയോട് പറയണം എന്ന് അലിയോട് അക്ബർ പറയാണ്. ദെൻ അലി റിപ്ലൈഡ് ഓൾ റൈറ്റ്. യെസ്, പറയാം. അലി ടേൺസ് ടു ഗോ. അലി പോകാൻ ഒരുങ്ങുകയാണ്. അടുത്തത് കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷോപ്പ് ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. യെസ്, കടയിൽ കയറുന്നതിന് മുന്നേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന നാനിൻ്റെ ബണ്ടിലെടുത്തു. അത് കഴിഞ്ഞിട്ട് ഷൂസ് നോക്കുകയാണ്. അൺഏബിൾ ടു ഫൈൻഡ് ഇറ്റ്, കാണാൻ സാധിക്കുന്നില്ല. അത് നേരത്തെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ജങ്ക് കളക്ടർ. ഹി പ്ലേസസ് ദ ബാഗ് ഓഫ് നാൻ അറ്റോപ്പ് ദി വെജിറ്റബിൾ ബോക്സസ് ആൻഡ് ബിഗിൻസ് ടു സെർച്ച് അണ്ടർനീത്ത്. ആ ഒരു ബണ്ടിൽ, നാനിൻ്റെ ബണ്ടിൽ അവിടെ വെച്ചിട്ട് വെജിറ്റബിളിൻ്റെ മേലെ പിന്നെയും വെച്ചു. എന്നിട്ട് താഴെയൊക്കെ നോക്കുകയാണ്, ഈ ബോക്സിൻ്റെ താഴെയൊക്കെ നോക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഷൂസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഹി പുട്സ് ഹിസ് ഹാൻഡ് ആൻഡ് ദെൻ ഹിസ് ഹെഡ് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് വിച്ച് അപ്സെറ്റ്സ് ദം ഓൾ. യെസ്, എന്താണ്? ആദ്യം കൈയിട്ട് നോക്കി, താഴെ കിട്ടുന്നില്ല ബോക്സിൻ്റെ ഇടയ്ക്ക്. പിന്നെ തലയിട്ട് നോക്കി, അതും കാണുന്നില്ല, എന്നിട്ടും കാണുന്നില്ല. അപ്പോൾ ഹി ബിക്കെയിം വെരി അപ്സെറ്റ്. ദി വെജിറ്റബിൾ ബോക്സസ് ടംപിൾ ആൻഡ് വെജിറ്റബിൾസ് സ്കാറ്റർ ഓൺ ദി ഗ്രൗണ്ട്. ഓൺ ഹിയറിംഗ് ദ സൗണ്ട് അക്ബർ കംസ്. യെസ്, എന്താ സംഭവിച്ചത്? ഈ കൈയിട്ട് നോക്കി, പിന്നെ തലയൊക്കെ ഇട്ട് നോക്കിയല്ലേ, ആ സമയത്ത് വെജിറ്റബിൾ ബോക്സ് താഴെ വീണു, ഫുൾ ചിതറി, വെജിറ്റബിൾസൊക്കെ ചിതറി. ആൻഡ് അക്ബർ കംസ് റണ്ണിങ് ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ് ആൻഡ് സീസ് ദ വെജിറ്റബിൾസ് സ്ട്രൂൺ ഓൺ ദ ഗ്രൗണ്ട്. യെസ്, അക്ബർ വന്നപ്പോൾ കണ്ടത് എന്താണ്? എല്ലാ പച്ചക്കറികളും നിലത്ത് ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. അക്ബർ അനോയ്ഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റർബ്ഡ്, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട്. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? വൈ ഡിഡ് യു സ്പിൽ ദീസ്? ആർ യു ക്രേസി? നീ എന്ത് മണ്ടത്തരാണ് ചെയ്യുന്നത്? നീ എന്തിനാ ഇതൊക്കെ എടുത്ത് വലിച്ചു വാരിയിട്ടത്? നിനക്ക് ഭ്രാന്താണോ എന്നതാണ് അക്ബർ ചോദിക്കുന്നത് ദേഷ്യത്തോടെ. ദെൻ അലി ഈസ് റിപ്ലൈയിങ് ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽഡ്. യെസ്, കുറ്റബോധത്തോടെ അക്ബറിനെ നോക്കിയിട്ട് അലി പറയാണ്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്. എൻ്റെ സിസ്റ്ററിൻ്റെ ഷൂസ് കാണാൻ ഇല്ല. അക്ബർ ഗെറ്റ് ലോസ്റ്റ്, ബീറ്റ് ഇറ്റ്. യെസ്, ഇറങ്ങിപ്പോ എന്നാണ് അക്ബർ ദേഷ്യത്തോടെ പറയുന്നത്. അലി ഐ ലവ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ. എനിക്കെൻ്റെ
സിസ്റ്ററിൻ്റെ ഷൂസ് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല എന്ന് അലി പിന്നെയും പറയാണ്. അക്ബർ, ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്. യെസ്, അക്ബർ പറയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഇറങ്ങിപ്പോ. ബാങ്സ് ഹിസ് ഫിസ്റ്റ് ഓൺ ദി പൈൽ ഓഫ് ബോക്സസ്. അലി റൺസ് എവേ സ്കാഡ്. യെസ്, എന്താണ് അക്ബർ ആ ബോക്സിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ കൈമുഷ്ടി ചുരുട്ടി ഒരു കുത്തു കൊടുത്തു. അതായത് ദേഷ്യത്തോടെ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ചെയ്യും. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് അലി എന്ത് ചെയ്തു, ഓടിപ്പോയി. അടുത്തത് സീൻ നമ്പർ 4, അലീസ് ഹൗസ്. അലിയുടെ വീടാണ് അടുത്ത സീന്. എന്താണ്, മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ്. അലി ആൻഡ് ഹിസ് സിസ്റ്റർ സാറ റീഡിങ് ദെയർ ടെക്സ്റ്റ് ബുക്സ് നീലിംഗ് ഓൺ ദി മാട്രസ്. യെസ്, എന്താണ്, അലിയുടെ സിസ്റ്ററായ സാറയും പുസ്തകം വായിക്കുകയാണ്. നീലിംഗ് ഓൺ ദ മാട്രസ്. യെസ്, അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് പുസ്തകം വായിക്കുകയാണ്. ആ സമയത്ത് എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. യെസ്, ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കായിരുന്നു. ദി ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സാറ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക്. ക്യാമറ പിന്നെ പോയത് എങ്ങോട്ടാണ്? യെസ്, ആ ക്ലോസ് ഷോട്ട് എടുത്തത് സാറയുടെ നോട്ട്ബുക്കിലേക്കാണ്. സാറ നോട്ട്ബുക്കിൽ എഴുതുകയാണ്. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. യെസ്, അവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേർഡ്സ് ഉരുവിട്ടുകൊണ്ട് ആണ് ഇരിക്കുന്നത്. ആ സമയത്ത് ചോദിക്കുകയാണ്, അലി, ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിതൗട്ട് ഷൂസ്? ഞാൻ എങ്ങനെയാണ് ഷൂസ് ഇല്ലാതെ സ്കൂളിൽ പോകുന്നത്? ദി ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. യെസ്, ക്ലോസ് ഷോട്ടിലാണ് ഉണ്ടായിരുന്നത് സാറയുടെ. അത് കഴിഞ്ഞിട്ട് ക്യാമറ പിന്നെയും മിഡിൽ ഡിസ്റ്റൻസിലേക്ക് പോയി. നൗ ബോത്ത് സാറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഇപ്പോൾ സാറയും അലിയും ഫ്രെയിമിലുണ്ട്. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. അവരുടെ പാരൻസിൻ്റെ സംഭാഷണം കേൾക്കുന്നുണ്ട്. അതിനിടയിൽ ചുറ്റിക വെച്ചടിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. അതായത് 2 സൗണ്ടും കേൾക്കുന്നുണ്ട്. സംസാരവും അതിൻ്റെ ഇടയ്ക്ക് ഈ സംസാരം ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ ഈ ഒരു ചുറ്റി കൊണ്ടടിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. മദർ സ്ക്രീനിലില്ല, ഓഫ് സ്ക്രീനാണ്. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമോറോ, വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. യെസ്, എന്താണ്, നാളെ നിങ്ങൾ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ പോകണം. ഫോർമുല ഇല്ലെന്ന് പറഞ്ഞാൽ അതായത് കുഞ്ഞ് കറിയാണ് അല്ലേ, കുഞ്ഞിൻ്റെ ബേബി ഫീഡിങ് ഫോർമുല പൗഡർ കഴിഞ്ഞിട്ടാണ് ഉള്ളത്. സാറ പാസസ് ഹർ നോട്ട് ബുക്ക് ടു അലി. സാറ ബുക്ക് അലിക്ക് കൊടുക്കുകയാണ്. അതൊരു സീനാണ്. ദെൻ ഫാദർ, ഇത് ഈ ഒരു അമ്മ അച്ഛനോട് പറയുന്ന കാര്യം കേൾക്കുന്നത് ഓഫ് സ്ക്രീനാണ്. അതായത് ഷോട്ട് ഇപ്പോഴും സാറയിലും അലിയിലും തന്നെയാണ് ഉള്ളത്, ഫ്രെയിം. ഓക്കെ, അപ്പോൾ അതിനിടയിൽ സാറ പാസസ് ഹർ നോട്ട് ബുക്ക് ടു അലി. സാറ അലിക്ക് നോട്ട് കൊടുക്കുകയാണ്. ദെൻ ഫാദർ, അതും ഓഫ് സ്ക്രീനിലാണ്. ഡോണ്ട് വറി, യെസ്, പേടിക്കണ്ട. ഫാദർ ഓഫ് സ്ക്രീൻ. റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക് സർജറി മേഡ് ഇറ്റ് വേഴ്സ്. യെസ്, റഹീം അക്കയുടെ വൈഫിന് ഒരു ഡിസ്കിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അത് ഫെയിലായിരുന്നു, അത്ര നല്ലതല്ലായിരുന്നു എന്നത് അമ്മയോട് അച്ഛൻ പറയാണ്. അതായത് ഓൾറെഡി ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിരുന്നു, സർജറി ചെയ്തപ്പോൾ അതിലും മോശമായി. Then alternate close-ups of Ali and Zara listening to their parents' conversation and looking at each other. Yes, ഷോട്ട് ഇപ്പോഴും ഫ്രെയിം ഇപ്പോഴും അലിയുടെയും സാറയുടെയും അടുത്ത് തന്നെയാണല്ലേ. സോ ആ സമയത്ത് പാരൻസിൻ്റെ സംസാരം കേട്ടിട്ട് ഇവർ സംസാരം കേൾക്കുന്നുണ്ട് അല്ലേ. അവർ പറയുന്ന പാരൻസ് പറയുന്ന സംസാരം കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവർ പരസ്പരം നോക്കുകയാണ്. കട്ട് ടു, ആ ഒരു ഷോട്ടും കട്ട് അവിടെ അവസാനിച്ചു. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ എ ബെഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് 2 പ്രോപ്ഡ് അപ്പ് പില്ലോസ്. യെസ്, അടുത്തത് കാണിക്കുന്നത് ആരെയാണ്? ഒരു മിഡിൽ ഡിസ്റ്റൻസിൽ, കുറച്ച് അകലെ ക്യാമറ മിഡിൽ ഡിസ്റ്റൻസിലുള്ളത് അമ്മയെ കാണിക്കുന്നുണ്ട്. അമ്മ എന്താ ചെയ്യുന്നത്? ലൈയിങ് ഓൺ എ ബെഡിൽ കിടക്കുകയാണ്. ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് 2 പ്രോപ്ഡ് അപ്പ് പില്ലോസ്. യെസ്, ബാക്കിൽ 2 പില്ലോസ് വെച്ചിട്ട്.
ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. ഫാദർ എവിടെ ഇരിക്കുന്നത്? ബിയോണ്ട് ദ ബെഡ്, ഒരു കസേരയിൽ കട്ടിലിന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ചുമരിനോട് അടുപ്പിച്ചിട്ട് കട്ടിലിൻ്റെ ബാക്കിൽ. അതാണ് അവിടെ ഫാദർ ഇരിക്കുന്നത്. ചോപ്പിംഗ് വുഡൻ ഫ്ലെയിംസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. അദ്ദേഹം ചുറ്റിക കൊണ്ട് മരക്കഷ്ണങ്ങളിൽ പിന്നെയും ഞടിക്കുന്നുണ്ട്, എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. ബിഹൈൻഡ് ഹിം ആർ 2 ledges on which are seen some vessels and clothes. അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ട് എന്താണുള്ളത്? 2 തട്ടുകളുണ്ട്, അതിൽ പാത്രങ്ങളും വസ്ത്രങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. Then father says to mother, you should learn to live with it. Yes, നീ ഇതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അതായത് അമ്മയുടെ ഇമേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അമ്മയ്ക്ക് നടുവേദനയാണ്, ഡിസ്കിന് പ്രോബ്ലമാണ്, അതുകൊണ്ട് തന്നെ സർജറിക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഈ ഒരു നടുവേദനയായിട്ട് നീ ജീവിക്കാൻ പഠിക്കണം എന്നതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. കട്ട് ടു. ഇനി അടുത്തത് അലിയെയും സേറയെയാണ് കാണിക്കുന്നത്. അലി, ക്ലോസപ്പ് അലിയാണ്, അലിയിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ക്യാമറ. അലി ഈസ് റീഡിങ് ഫ്രം ദ ബുക്ക് സേറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സേറ കൊടുത്ത പുസ്തകം അലി വായിക്കുകയാണ്. ദെൻ മദർ, ഓഫ് സ്ക്രീനിൽ മദർ പറയാണ്, വാട്ട് ഡു യു വോണ്ട് മീ ടു ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ദെൻ ഡു നത്തിങ് ഓൾ ഡേ. ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതിരിക്കുകയാണോ വേണ്ടത് എന്നതാണ് അമ്മ ചോദിക്കുന്നത്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അലി പുസ്തകത്തിൽ എഴുതുകയാണ്. ഫാദർ ഓഫ് സ്ക്രീൻ, വെൽ ദി ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. യെസ്, ഡോക്ടർ എന്താ പറഞ്ഞത്? ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അലി റൈറ്റ്സ് യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. യെസ്, അലി എഴുതിയിട്ടുള്ളത് എന്താ? യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്, നിനക്ക് ചെരുപ്പിട്ടിട്ട് പോകാലോ. അപ്പോൾ സേറ എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാനെങ്ങനെയാണ് സ്കൂളിൽ പോവുക വിത്തൗട്ട് ഷൂസ് എന്നതാണ് ചോദ്യം. സോ ദെൻ അലി റൈറ്റ്സ് യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്, മംബ്ലിങ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്സ്. യെസ്, എഴുതുന്ന കൂട്ടത്തിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ടു സേറ, ക്ലോസപ്പ് ഓഫ് ദി നോട്ട്ബുക്ക്. യെസ്, ആ പുസ്തകം എന്നിട്ട് സേറയ്ക്ക് കൈമാറിയിട്ട് ആ ഒരു പുസ്തകത്തിൻ്റെ ക്ലോസ് ഷോട്ടാണ് എടുക്കുന്നത്, പുസ്തകം മാത്രമാണ് ഫ്രെയിമിൽ കാണിക്കുന്നത്. ദെൻ മദർ, ഓഫ് സ്ക്രീനിലാണ്. കോക്കാബ് ഖാനോംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. യെസ്, കോക്കാബ് ഖാനോംസിൻ്റെ സിസ്റ്ററിന് സർജറി നടത്തിയിട്ടുണ്ടല്ലോ, അവർ സുഖമായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ മോശം കാര്യം മാത്രമല്ല, നല്ലതും സർജറി കൊണ്ട് സംഭവിക്കുന്നുണ്ട്. സോ സർജറി വേണം എന്നതായിരിക്കും അമ്മയുടെ അഭിപ്രായം. കട്ട് ടു ക്ലോസപ്പ് സേറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. യെസ്, പിന്നെ ആ പുസ്തകത്തിൽ നിന്നും ആ ഷോട്ട് പിന്നെ എങ്ങോട്ടാണ് പോയത്? സേറയിലേക്കാണ് പോയത്. സേറയാണ് പിന്നെ കാണിക്കുന്നത്. എന്താണ് അലി എഴുതിയത്? സേറ വായിക്കുകയാണ്. ഫാദർ ഓഫ് സ്ക്രീനിലാണ്, അതായത് സ്ക്രീനിൽ ഫാദർ ആൻഡ് മദർ ഇല്ല. അത് അങ്ങനെ ഉള്ളതിനെയാണ് ബ്രാക്കറ്റിൽ ഓഫ് സ്ക്രീൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. യെസ്, നീ സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓൾട്ടർനേറ്റ് ക്ലോസപ്സ് ഓഫ് സേറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. യെസ്, ഈ സമയത്ത് ക്ലോസപ്പാണ്, അലിയും സേറയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ്, രണ്ടുപേരെയും മാറി മാറി കാണിക്കുന്നുണ്ട്. ദെൻ ഫാദർ ഓഫ് സ്ക്രീനിൽ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. യെസ്, എനിക്ക് നിന്നെ ഒരു മുടന്തിയായിട്ട് കാണാൻ താല്പര്യം ഇല്ല, എനിക്ക് അങ്ങനെ കാണണ്ട. കട്ട് ടു ക്ലോസപ്പ് സേറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. പിന്നെ ക്ലോസപ്പ് പോയത് എങ്ങോട്ടാണ്? ക്ലോസപ്പ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഷോട്ട് സേറയിലേക്ക് പുസ്തകത്തിൽ എന്തോ എഴുതുകയാണ്. മംബ്ലിങ് ആസ് ഷീ റൈറ്റ്സ്. യെസ്, ആ പുസ്തകത്തിൽ എഴുതുന്നതിനെ അവളത് ഉരുവിടുകയും ചെയ്യുന്നുണ്ട്. അലി, യു ഹാവ് സം നെർവ്. യെസ്, യു ലോസ് മൈ ഷൂസ്, ഐ വിൽ ടെൽ ഡാഡ്. യെസ്, ഞാൻ അച്ഛനോട് പറയും നീ എൻ്റെ ഷൂസ് നഷ്ടപ്പെടുത്തി. ക്യുക്ക് ക്ലോസപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സേറ. യെസ്, ആ സമയത്ത് പെട്ടെന്ന് എങ്ങോട്ടാണ് പോയത്? ഫ്രെയിം പോയത് അലിയിലേക്കാണ്. ക്ലോസപ്പ് ഷോട്ടാണ്, അലി സേറയെ നോക്കുന്നതാണ്. ഷീ പാസസ് ദി നോട്ട്ബുക്ക് ടു അലി. അവൾ ആ പുസ്തകം അലിക്ക് കൊടുത്തു. ക്ലോസപ്പ് ഓഫ് ദി നോട്ട്ബുക്ക്. പിന്നെ കാണിക്കുന്നത് നോട്ട്ബുക്കിൻ്റെ ക്ലോസപ്പാണ്, നോട്ട്ബുക്ക് മാത്രമാണ് കാണിക്കുന്നത്.
The conversation of their parents continues on the soundtrack, now less audible, interspersed by the beat of the hammer on the block. Close-up of Ali writing in the notebook. Conversation അവർ തുടരുകയാണ് ചെയ്യുന്നത് പാരൻസ്. കുറച്ച് ഓൺ ദി സൗണ്ട് ട്രാക്ക് നൗ ലെസ് ഓഡിബിൾ, കുറച്ചേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ, ചെറുതായിട്ടേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ഹാമറിൻ്റെ ബീറ്റിൻ്റെ സൗണ്ട് കൊണ്ട് അധികം കേൾക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കാണിക്കുന്നത് ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അലിയുടെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. 2 close-ups of father walking on the other end of the room looking at the camera, interspersed with close-ups of Ali and Zahra and middle-range shot showing them. മുറിയുടെ അങ്ങേയറ്റത്ത് ഫാദർ വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറയിൽ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അലിയുടെയും സെഹറയുടെയും ഒരു മിഡിൽ റേഞ്ച് ഷോട്ടും അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സെഹറ. അലി എഴുതുകയാണ് നോട്ട്ബുക്കിൽ, എന്നിട്ട് അത് സെഹറയ്ക്ക് കൊടുക്കുകയാണ്. സെഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. യെസ്, ചെറുതായിട്ട് മന്ത്രിക്കുന്നത് പോലെ സെഹറ അത് വായിച്ചു. അലി എഴുതിയിട്ടുള്ളത്: സെഹറ, ഇഫ് യു ടെൽ ഡാഡ് ഹിൽ ബീറ്റ് ബോത്ത് ഓഫ് us ബിക്കോസ് ഹി ഡസൻറ്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ്. യെസ്, നീ അത് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം നമ്മളെ 2 പേരെയും അടിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല, നമുക്ക് ഷൂസ് വാങ്ങിത്തരാനായിട്ട് പൈസയില്ല. സെഹറ റൈറ്റ്സ് ദെൻ വാട്ട് ഷുഡ് ഐ ഡു. യെസ്, സെഹറ പിന്നെ എഴുതുകയാണ്, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. എന്നിട്ടത് അലിക്ക് പാസ് ചെയ്യാണ്. അലി റൈറ്റ്സ് യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്. യെസ്, നിനക്ക് എൻ്റെ സ്നീക്കേഴ്സ് യൂസ് ചെയ്യാം, നീ എൻ്റെ സ്നീക്കേഴ്സ് ഇട്ടിട്ട് സ്കൂളിൽ പോയിക്കോളൂ. അതും എഴുതിയിട്ട് അലി അത് സെഹറയ്ക്ക് പാസ് ചെയ്തു. സെഹറ റൈറ്റ്സ് ഐ വിൽ വെയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. യെസ്, ഞാനത് നീ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാനത് ഇടും, അല്ലാത്ത സമയത്ത് ഇടാൻ ഇല്ലല്ലോ അല്ലേ? അലിക്കും ഈ ഒറ്റ പെയർ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ഓൺലി ദ നോട്ട്ബുക്ക് ഇൻ ക്ലോസ് അപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. യെസ്, ഈ ഒരു പുസ്തകത്തിൽ എഴുതി അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, ആ സമയത്ത് പുസ്തകവും കൈകളും മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഒരു ഷോട്ടിൽ, വേറെ അവർ 2 പേരെയും കാണിക്കുന്നില്ല. ക്ലോസപ്പ് ഓഫ് സെഹറ റൈറ്റിംഗ്. യെസ്, സെഹറ എഴുതുന്നതിൻ്റെ ക്ലോസപ്പാണ് പിന്നെ കാണിക്കുന്നത്. ദി സ്റ്റബ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്സ് ആൻഡ് അലി പുട്ട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട്ബുക്ക് ഫോർ ഹെർ ടു റൈറ്റ്. യെസ്, മുനയൊടിയുകയാണ് അല്ലേ, പെൻസിലിൻ്റെ മുനയൊടിയുകയാണ് സെഹറ എഴുതുന്ന പെൻസിലിൻ്റെ. ആ സമയത്ത് അലി അവൻ്റെ പെൻസില് അവൾക്ക് എഴുതാനായിട്ട് കൊടുക്കുകയാണ്. സെഹറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. സെഹറ പെൻസിൽ എടുക്കുന്നില്ല, അലിയുടെ പെൻസിൽ. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ലൈയിങ് ഓൺ ദ നോട്ട്ബുക്ക്. യെസ്, ആ പെൻസിലിൻ്റെ ക്ലോസപ്പാണ് പിന്നെ കാണിക്കുന്നത്. നോട്ട്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെൻസിലിൻ്റെ ക്ലോസപ്പാണ് പിന്നെ കാണിക്കുന്നത്. So this is all about the screenplay of My Sister's Shoes extracted from the film ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ക്രീൻ പ്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണിത്. ആൻഡ് ദിസ് സ്ക്രീൻ പ്ലേ ഡെപിക്സ് അല്ലെങ്കിൽ പിക്ചറൈസസ് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ഓർ ട്രബിൾസ് ഓഫ് എ നോർമൽ ഇറാനിയൻ ഫാമിലി. ഒരു സാധാരണ ഇറാനിയൻ ഫാമിലിയുടെ എല്ലാ വേവലാതികളും കഷ്ടപ്പാടുകളൊക്കെയാണ് ഈ ഒരു സ്ക്രീൻ പ്ലേയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ വീഡിയോ, ആൻഡ് ഇഫ് യു understood the video, please share this, and if you've got any doubts, please comment. I'll reply as soon as possible. So next video will be the question answer session of this class. Thank you for watching and have a nice day.